ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നൊരു സാറ്റിൻ റിബൺ ബൊക്കെ ഉണ്ടല്ലോ, അതുണ്ടാക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനീ നിൽക്കുന്നത്. പക്ഷെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അല്ലേ അറിയുന്നത് ഇത് ഒരു നടക്ക് പോകുന്നതല്ലെന്ന്. സംഭവം ഞാൻ വിചാരിച്ച നമ്മുടെ വീട്ടിലെ ഓലയും നമ്മുടെ വീട്ടിലെ പശയൊക്കെ വെച്ചിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കാമെന്നാണ്. അതിനായിട്ട് ഈർക്കിലിക്ക് വേണ്ടി ഓലയും റിബണും എല്ലാം എടുത്ത് അളവ് നോക്കി ഇതിങ്ങനെ മുറിച്ചൊക്കെ എടുത്തു. പക്ഷെ ഇതിന് നീളക്കൂടുതലായിരുന്നു, അതുകൊണ്ട് തന്നെ വീണ്ടും കട്ട് ചെയ്യേണ്ടി വന്നു. അറ്റത്തുനിന്ന് നൂല് പൊങ്ങാതിരിക്കാൻ വേണ്ടി മെഴുകുതിരി വെച്ച് അറ്റം ബേൺ ചെയ്തും കൊടുത്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്, സാധാ ഫെവിക്കോളിൻ്റെ ഗം വെച്ചിട്ട് ഈ സാറ്റിൻ തുണി ഒട്ടത്തില്ല. ഒരേ ഒരു ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഹോട്ട് ഗ്ലൂ ഗൺ വാങ്ങുക എന്ന് പറയുന്നത് ഇമ്പോസിബിളുമാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ സൂചി നൂലങ്ങ് എടുത്തു, എന്നിട്ടങ്ങ് തയ്ക്കാൻ തുടങ്ങി. തയ്ച്ചാലും തീരുമോ അതുമില്ല. ഒരു പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു 15 ഇതെങ്കിലും വേണം. അപ്പോഴത്തേക്കും അത്രയും എണ്ണം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. 15 ആണെങ്കിൽ ഒരു മീഡിയം സൈസിലെ ഫ്ലവറാണ് കിട്ടുന്നത്. ഒരു 18-20 എണ്ണം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള വലിയ ഫ്ലവർ കിട്ടും. പക്ഷെ ഞാനൊരു 10-13 എതളിൻ്റെ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കിയത്. കാരണം ആകെ 2 റിബണും വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇത് തയ്ച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ പരിപാടിയല്ല. അങ്ങനെ ഒരു ചെറിയ ബൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു 7-8 ഫ്ലവർ വരുന്നൊരു ബൊക്കെയായിരുന്നു. അതെല്ലാം കൂടെ ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഒരു ബ്ലാക്ക് ചാർട്ടിൽ ഫ്ലവേഴ്സ് ഒട്ടിച്ച് അതിൻ്റെ പുറത്ത് ഇറുക്കിലി വെച്ചിട്ടാണ് ചെയ്തത്. ഇതുപോലെ കോൺ ഷേപ്പിൽ ബ്ലാക്ക് ചാർട്ട് കിട്ടിയിട്ട് കവറും ചെയ്തു. ആ തെർമോക്കോള് നമ്മുടെ സാറ്റൻ റിബണിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പം ഇതാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ബൈ.